സംഘടന ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, ഒരു വീട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സഹായം ചെയ്യുക, അതൊക്കെ ഇതുപോലെ ഇപ്പോൾ സത്യൻ മാഷ് മുതലുള്ളവരുടെ മരണാർത്ഥം ഞങ്ങൾ അമ്മ അസോസിയേഷൻ എന്നാക്കിയാൽ കൊള്ളാമെന്നൊക്കെ എനിക്കൊരാഗ്രഹമുണ്ട്. ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു കലാകാരനാണ് നെടുമുടിച്ചേട്ടൻ. നെടുമുടിച്ചേട്ടൻ്റെയൊക്കെ മരണം എന്നൊക്കെ പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടമാണ്. ക്ഷമ വേണം. അത് ഈ അമ്മയിൽ നിൽക്കുന്ന ഭാരവാഹികൾക്ക്, ആണുങ്ങൾക്ക് ഇല്ലെങ്കിലും പെണ്ണുങ്ങൾക്കെങ്കിലും വേണം. അല്ലാതെ വല്ലപ്പോഴും അമ്മ ആഫീസിൽ പോയിരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കകത്തിരുന്നിട്ട് രണ്ട് കൈതട്ടിപ്പോയത് മാത്രമല്ല നമ്മുടെ ജോലി. നെടുമുടിച്ചേട്ടൻ ഇരിക്കുന്നു, തമിഴ്നാട്ടിലെ ഏറ്റവും സൂപ്പർ കൊമേഡിയനായ വിവേക്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ ഇവരൊക്കെ ഇതിൽ വന്നത്. ഞാൻ ഇത് ഈ പ്രാവശ്യം തുടക്കത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. കാരണം കുറച്ച് നാളായിട്ട് ഞാൻ എൻ്റെ കുടുംബകാര്യം, സുഖമായിട്ട് മക്കൾ, ഞങ്ങളുടെ കുടുംബം, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയാൽ നമുക്ക് കുറച്ച് നാളത്തേക്ക്, ഇനി കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ട് മറ്റു കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ റീസെൻ്റായിട്ട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, മാധ്യമങ്ങളടക്കം. ഞാൻ വലിയ പിടി കൊടുക്കാതെ നിന്നു. പിന്നെങ്കിലും ഞങ്ങളുടെ ഇലക്ഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ എന്നാലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മനസ്സിലൊരു വേദന തോന്നുന്ന ഒരു കാര്യമുണ്ട്. കാരണം എൻ്റെ സുഖേട്ടൻ്റെ ജനനവും മരണവും ജൂണിലാണ്. ജനിച്ച ഡേറ്റ് ജൂൺ 10 മരിച്ച ഡേറ്റ് ജൂൺ 16. എന്നാൽ സത്യം പറഞ്ഞാൽ ഇത് ചില ദൃശ്യമാധ്യമങ്ങളൊക്കെ സുകുമാരൻ്റെ ഇത്രാമത്തെ മരണ ഓർമ്മ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് ചാനലിലൊക്കെ ചില പറയാറുണ്ട്. പ്രത്യേകിച്ചും ഏഷ്യാനെറ്റ് പറഞ്ഞിട്ടുണ്ട്, മനോരമ പറഞ്ഞിട്ടുണ്ട്, ജനം TV ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. പറയാത്തവരുമുണ്ട്. അദ്ദേഹത്തിന് കൂടുതൽ അടുപ്പമുള്ള ചാനലുകളൊക്കെയാണ് വളരെ കുറച്ച് പറയുന്നത്. പോട്ടെ, എന്നാലും അതവിടെ നിൽക്കട്ടെ. എനിക്കതിലൊന്നും വിഷമമില്ല. പക്ഷേ എന്നാലും എനിക്ക് പറയാൻ കാര്യം വെച്ചാൽ സുഖേട്ടനും ജയനും മരിക്കുന്ന ഡേറ്റ് 1 ജൂൺ 16. ജൂൺ 16 സുഖേട്ടൻ, നവംബർ 16 ജയൻ. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും വിചാരിക്കും എന്തെല്ലാം നല്ല കാര്യങ്ങൾ നമ്മൾ സംഘടനാപരമായിട്ടൊക്കെ ചെയ്തു. ഞാൻ ചെയ്യുന്നില്ല എന്നല്ല കേട്ടോ, അത് ഞാൻ പിന്നെ പറയാം. പക്ഷേ ഇവരുടെയൊക്കെ വിയോഗമൊന്നും പിന്നീട് ഒരു അനുസ്മരണ യോഗത്തിലൂടെയോ അല്ലെങ്കിൽ അതുപോലെ അല്ല, അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ ഒരുപാട് പേരുടെ ചെയ്യണം. ഞാൻ പറഞ്ഞ ഇപ്പോൾ ഏറ്റവും ഒടുക്കം ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു കലാകാരനാണ് നെടുമുടിച്ചേട്ടൻ. നെടുമുടിച്ചേട്ടൻ്റെയൊക്കെ മരണം എന്നൊക്കെ പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മരണപ്പെട്ട ദിവസങ്ങളുടെ അനുസ്മരണ യോഗം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് താരങ്ങളെന്ന് വിളിച്ച് അതൊന്നും നടന്നു വരില്ല. പക്ഷേ എന്നാലും സംഘടന ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, ഒരു വീട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സഹായം ചെയ്യുക, അതൊക്കെ ഇതുപോലെ ഇപ്പോൾ സത്യൻ മാഷ് മുതലുള്ളവരുടെ വേർപാട് ദിവസങ്ങളിലോ വല്ലോ, നമ്മുടെ ഇന്ന് സത്യൻ മാഷിൻ്റെ മരിച്ചിട്ട് ഇത്ര വർഷം തികയുന്നു, അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഞങ്ങൾ അമ്മ അസോസിയേഷൻ എന്നാക്കിയാൽ കൊള്ളാമെന്നൊക്കെ എനിക്കൊരാഗ്രഹമുണ്ട്. അതിപ്പം എന്തുമാത്രം പ്രാക്ടിക്കലാകും എന്ന് എനിക്ക് പറയാനൊക്കത്തില്ല. കാരണം ആ ദിവസങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് വളരെ നേരത്തെ മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ അല്ലാതെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഏറ്റെടുക്കാൻ ഞാൻ ചെയ്തത് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് റാന്നിയിൽ ഒരു കുട്ടി, അത് ഒരു നാട്ടിലെ ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പുറത്ത് സുഖമില്ലാതായിപ്പോയതാണ്. ആരാണ്ടക്കൂടെ എടുത്ത് അടിച്ചു. പക്ഷേ ഏതായാലും അതിന് കിടക്കാൻ വീട് പോലും ഇല്ല, ഒരു ടാർപ്പാളിനും ഒക്കെ ഇട്ട്. പക്ഷേ നല്ല നാട്ടുകാർ റാന്നിയിലുള്ളവരും പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അടക്കം ഒന്നിച്ച് സഹകരിച്ച് ഒരു വീട് വെച്ച് കൊടുത്തു. അപ്പോൾ അതൊരു ചെറിയ സംഭവം, ഒരു വലിയ സംഭവമൊന്നുമല്ല. ഈ പറഞ്ഞതുപോലെ ഒരു ശകലം കുറവൊക്കെ വന്നപ്പം അതിനു വേണ്ടി നാട്ടുകാരൊക്കെ ഇറങ്ങി തിരിച്ചു. അപ്പോൾ ഇറങ്ങി തിരിച്ചപ്പോൾ എനിക്ക് തോന്നിയപ്പോൾ വളരെ സത്യസന്ധമായ കാര്യമാണ്. ആ കുട്ടി ഒരു നീല ടാർപ്പാളിനിട്ട് ഒരു കാട് പോലെ മരമൊക്കെ പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് കിടക്കുകയാണ്. ഒരു വശത്തൊരു അടുക്കള, ഇതെല്ലാം കൂടെ അച്ഛനും അമ്മയും മോനും കൂടെ അതിനകത്താണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുടെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ നേരിട്ട് കാണാനിടയായി, ഞാൻ വായിച്ചു. അപ്പോൾ എനിക്ക് കഷ്ടം തോന്നി. പക്ഷേ എന്താണെന്നറിയില്ല, കറക്റ്റായിട്ട് സുഖേട്ടൻ്റെ ആ ഒരു ജൂൺ 16 മുമ്പായിട്ട് ഈ ആവശ്യം എന്നിലേക്ക് എത്തിച്ച ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാളുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, കാരണം അദ്ദേഹം പണ്ട് സൈനിക സ്കൂളിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അത് ഈ കുഞ്ഞിന് വാസ്തവത്തിൽ 10-16 വയസ്സല്ലേ ഉള്ളൂ, കൊച്ചുകുട്ടി, അതിന് ഇനി പഠിക്കാനൊക്കെ പറ്റും ചേച്ചി, കുറച്ച് കഴിയുമ്പോഴത്തേക്കൊക്കെ ശരിയായി എന്തെങ്കിലും പണി. ഞാൻ പറഞ്ഞു ശരി, ഏതായാലും ഇത്രയ്ക്കിൻ്റെ കുറവല്ലേ ഉള്ളൂ. ഇപ്പോൾ അവർ 10 ലക്ഷം 20 ലക്ഷം ഒന്നും ചോദിക്കുന്നില്ല. സാധാരണ നമുക്കൊക്കെ അഭിനയിച്ച് കിട്ടുന്നത് ഇതൊരു ഭാഗം അങ്ങ് കൊടുത്താൽ തീരാവുന്ന സംഗതിയുള്ളൂ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ മക്കളോട് പോലും അറിയില്ല. എൻ്റെ മക്കളോട് പറഞ്ഞാൽ അവർ രണ്ടുപേരും അത് പറഞ്ഞും ആരും അറിഞ്ഞും അറിയാതെയും ഒക്കെ സഹായിക്കുന്നവരാണ്. അപ്പോൾ ഞാനത്
കൊടുത്തിട്ട് പറഞ്ഞ് എനിക്കിത് മാത്രമേ ഉള്ളൂ, ഞാൻ നാട്ടുകാരോടൊന്നും പറയുന്നില്ല, അവരോട് സാറ് പറയണം, ഇങ്ങനെ സുഖേട്ടൻ്റെ മരണദിനമാണ് 16, ജന്മദിനമാണ് 10, ഇത് രണ്ടിലേതെങ്കിലും ഒരു ദിവസം ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അവരുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. ഇത് മാത്രമാണ് ഞാൻ ആകെ പറഞ്ഞത്. ഞാൻ പൈസയും കൊടുത്തു, വീട് ഇപ്പോൾ തീർന്നു എന്നും പറഞ്ഞ് സകല ഡീറ്റെയിൽസ് എനിക്ക് അവരയച്ചു. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് വ്യക്തിപരമായിട്ട് തീർച്ചയായിട്ടും അതെല്ലാവരും ചെയ്യും. എല്ലാവരും അവരോട് അച്ഛനമ്മമാരെക്കുറിച്ച് ഓർക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റു ആൾക്കാർക്ക് വേണ്ടിയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നമുക്കിത്ര നല്ലൊരു സംഘടന നിലവിലുള്ളപ്പോൾ ഇവരുടെയൊക്കെ ഈ വല്ലപ്പോഴും മരിച്ചു കഴിയുമ്പോൾ നമ്മൾ കൂടുന്ന ജനറൽ ബോഡിയിൽ ഇത്ര പേര് വിട്ടുപോയി എന്ന് പറഞ്ഞ് ഒരു ഇതുണ്ട്. ഞാൻ പറഞ്ഞാൽ അത് പോരാന്നാണ് പറഞ്ഞത്. കാരണം ഇവരുടെയൊക്കെ, അതായത് ഇപ്പം ഇവരൊക്കെ ഈ ഒടുക്കം വന്നവരാണ്. സത്യൻ മാഷ്, നസീർ സാറ്, അങ്ങനെയൊക്കെയുള്ള മലയാള സിനിമ തുടങ്ങിയ കാലം തൊട്ടുള്ള വലിയ വലിയ പ്രഗത്ഭരും പ്രശസ്തരുമായവരുടെയൊക്കെ ചരമദിനങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ സ്മരണാർത്ഥം ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താൽ ഏതെങ്കിലും ഒരു കാര്യം ആ ദിവസം വെച്ചൂടെ? അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സിനിമ എന്നും ഓർക്കുന്ന ഒരു നല്ല സംഘടനയാണ് നമുക്ക് മുമ്പേ പോയവരാണ് നമുക്കുള്ള പാത വെട്ടിത്തെളിച്ച് പോയവർ, അല്ലേ? നമ്മളാരും ജനിച്ചപ്പോൾ സിനിമാ താരമായിട്ടൊന്നും വന്നവരല്ലല്ലോ. അല്ല, വന്നു, കഷ്ടപ്പെട്ടു, എന്തോ ഈശ്വരൻ്റെ ഒരു കാരുണ്യം കൊണ്ട് ജനങ്ങൾക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ പടങ്ങൾ കാണാൻ തുടങ്ങി. 10 പേരെന്നുള്ളത് 50 എന്നുള്ളത് 500 അങ്ങനെ കണ്ട് ഇയാൾക്കൊരു ഓഡിയൻസ് ഉണ്ടെന്ന് കാണുമ്പോഴാണ് നമുക്ക് സിനിമയിലുള്ള മാർക്കറ്റും കൂടുന്നത്. അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ നിന്നാൽ പോരെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്രയും ഒരു നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് ഈ ഒരു ഇൻഡസ്ട്രിയെ കൊണ്ടുപോയതിൽ അവർക്കൊക്കെ ഒരുപാട് പങ്കുണ്ട്. അന്നൊന്നും ഇത്ര വലിയ റെമ്യൂണറേഷൻ ഒന്നുമില്ല, എന്നാലും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അന്ന് ഈ സുഖേട്ടൻ തന്നെ ഏതോ ഒരു പടത്തിൽ, ഏതായിരുന്നു എൻ്റെ ബിക്കാനീറിലൊക്കെ ഷൂട്ട് ചെയ്ത് വിശ്വംഭര സാറിൻ്റെ ഒരു പടം, അന്നൊക്കെ ഒരു 75,000 രൂപ വാങ്ങിക്കുമ്പോൾ ഇന്ന് ഏതാണ്ട് 75 ലക്ഷമോ 7.5 കോടിയോ ഒക്കെ വാങ്ങിക്കുന്നതിന് സമമാണ് അന്നത്തെ പറച്ചിൽ കേട്ടാൽ. അപ്പോൾ അതൊക്കെ ഉള്ളൂ അന്നൊക്കെ വലിയ റെമ്യൂണറേഷനൊക്കെ. ഒരു പക്ഷേ നസീർ സാറായിരിക്കാം ഏറ്റവും കൂടുതൽ വാങ്ങിച്ചത്, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള നമ്മുടെ ഈ മലയാള സിനിമയുടെ ഒരു ശരിയായ പന്ഥാവ് വെട്ടിത്തെളിയിച്ച ഒരുപാട് നല്ല വലിയ കലാകാരൻ. സത്യൻ മാഷ്ടേ ഞാൻ ഈയിടെ മാഷ്ടേ കൊച്ചുമോൾ ആശാ സത്യൻ വിളിച്ചിരുന്നു. അതിങ്ങനെ തിരുവനന്തപുരത്ത് വെച്ച് AKG സെൻറ്ററിൽ വെച്ച് നല്ല പരിപാടികളായിട്ട് അവർ നടത്തുന്നു. അങ്ങനെ പലരും അവരവരുടേതായിട്ട് നടത്തുന്നുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, അറിഞ്ഞും അറിയാതെയുമൊക്കെ. ഞാനിപ്പോൾ പലതും ഞാൻ സത്യം പറഞ്ഞാൽ പി സുകുമാരൻ മെമ്മോറിയൽ ട്രസ്റ്റുണ്ട്. അതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ആത്മാർത്ഥമായിട്ട് വന്ന് പങ്കെടുക്കുകയും ഒരുപാട് പേര്, അന്ന് കരുണാകരൻ സാർ മുഖ്യമന്ത്രിയായിരുന്നു, ഗണേശനടക്കമുള്ളവരുണ്ടായിരുന്നു. വളരെ ഗംഭീരമായിട്ട് തിരുവനന്തപുരം കണ്ടൊരു വലിയ പരിപാടിയായിരുന്നു അത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നടത്തി. കുറച്ച് കഴിയുമ്പോൾ പിന്നീട് വന്ന എന്തോ ഭാഗ്യവശാൽ മക്കൾക്ക് 2 പേർക്ക് സിനിമയിലേക്ക് ഒരു എൻട്രി വന്നപ്പം ആദ്യം വന്ന, അത് നമ്മുടെ നാടറിയാമല്ലോ, ആദ്യം വന്ന ന്യൂസ് ഇങ്ങനെ സിനിമയെ കയറ്റാൻ വേണ്ടിയാണ് വലിയ ചേച്ചി പി സുകുമാരൻ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ പരിപാടി നടത്തിയതെന്ന് പറഞ്ഞു. എവിടെയോ ഓസ്ട്രേലിയയിൽ കിടക്കുന്ന മോന് അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ ഫാസിൽ സാറ് പറഞ്ഞു എന്ന് പറഞ്ഞ് സംവിധായകൻ രഞ്ജിത്ത്, നമ്മുടെ ഇപ്പോഴത്തെ നടൻ സിദ്ദിഖാണ് അന്ന് എൻ്റെ മോനെ കാണാൻ ടാഗോർ തിയേറ്റർ തിരുവനന്തപുരത്ത് വരുന്നത്. അതല്ലാതെ സിനിമയിലോട്ട് പോകണമെന്നോ ഇവനെ വെച്ച് സിനിമ എടുക്കണമെന്നോ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം അതൊക്കെ ഓരോ നിമിത്തങ്ങളാണ്. അങ്ങനെ വന്നു, നന്ദനത്തിലേക്ക് വിളിക്കുന്നു എന്ന് പറയുന്ന പോലെ അത് ആ ഒരു ഫങ്ഷൻ കഴിഞ്ഞ് എന്തോ പെട്ടെന്ന് രാജുവിനും പടം, അതിൻ്റെ ഇടയ്ക്ക് ഇപ്പുറത്തൂടെ ഇന്ദ്രനും വിജയ് തമ്പി സാർ വിളിക്കുന്നു ഒരു ടെലിഫിലിമിന്, ആനി എന്ന് പറഞ്ഞ അഭിരാമിയുടെ കൂടെ. അത് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് വിനയൻ സാറ് ഊമപ്പെണ്ണൂരിയാണ്, അവനും ഇങ്ങനെ അവിടെ അവൻ എല്ലാ വേഷങ്ങളും ചെയ്യും, കോമഡി ആയാലും ഹീറോ ആയാലും ക്യാരക്ടർ ആർട്ടിസ്റ്റായിട്ട് എല്ലാ വേഷവും അന്ന് ചെയ്യുമായിരുന്നു. ഇയാൾക്ക് വന്നതെല്ലാം മെയിൻ കഥാപാത്രങ്ങളാണ് പൃഥ്വിരാജ്. അപ്പോൾ ഞാനതാ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒക്കെ കിട്ടിയിട്ടും പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് ഒരു ട്രസ്റ്റ് തുടങ്ങിയത്, ഞാൻ ഇന്ന് ആ ട്രസ്റ്റിൻ്റെ കീഴിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിൻ്റെ രേഖ ഞങ്ങളുടെ കയ്യിലുണ്ട്. എവിടെയും പ്രദർശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ആരുടെയും ക്രെഡിറ്റോ അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്തല്ലോ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ഇതൊന്നും ഒരുത്തരും പറയേണ്ട കാര്യവും എനിക്കില്ല. അങ്ങനെയാണല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാം, വലത്തെ കൈ കൊണ്ട് ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്നാണ് ദൈവമേ ഈശ്വരൻ്റെ വചനം പോലും. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്
അമ്മ പോലെയുള്ള സംഘടനകൾ ഇതുപോലെയുള്ള വലിയ അനുഗ്രഹീത കലാകാരന്മാരുടെ സീനിയേഴ്സായിട്ട് വളരെ സീനിയേഴ്സായിട്ടുള്ളവരുടെ അതും മരിക്കണമെന്നൊന്നുമില്ല, അല്ലാത്തപ്പോഴും ചെയ്യാം, ജീവിച്ചിരിക്കുന്ന കാലത്തും ചെയ്യാം. അദ്ദേഹത്തെ ഏറ്റവും മലയാളത്തിലെ സിനിമയുടെ കാരണവന്മാരായിട്ടുള്ള എത്രയോ പേരുണ്ട്. ഇവരുടെയൊക്കെ ജന്മദിനം വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്നൊക്കെ പറയുന്നതിനകത്തൊരു സുഖമായിരിക്കും നമുക്കത് കേൾക്കാനായിട്ട്. അതാ ഞാൻ പറഞ്ഞത്. അല്ലാതെ എന്തെങ്കിലും അവരവർക്ക് വേണ്ടപ്പെട്ടവരുടെ ഒരു സംഗതി വരുമ്പം ഒരു മീറ്റിംഗ് കൂടുക, അതല്ല. ഈ പറഞ്ഞ എത്രയോ പേര്, ഞാൻ ഈ പറഞ്ഞ ഒടുക്കം നെടുമുടിച്ചേട്ടൻ വരെ ഉണ്ട്. കാരണം അതല്ല, അതിനുശേഷം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ എങ്കിലും നമ്മൾ സാധാരണ ഓഡിയൻസ് മനസ്സിൽ കൊണ്ടു നടക്കുന്ന കുറേ താരങ്ങളുണ്ട് അല്ലേ, അവരുടെയെങ്കിലും പേരിൽ നമുക്ക് അതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊരു നല്ല കാര്യമായിരിക്കും. കാരണം ഒരു അനുസ്മരണ യോഗങ്ങളും അനുശോചന യോഗങ്ങളും ഒന്നും സുഗോട്ടൻ്റെയോ അല്ലെങ്കിൽ നസീർ സാറിൻ്റെയോ ഒക്കെ പേരിൽ പിന്നീട് വലുതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതിപ്പോൾ ഓഫ് കോഴ്സ് സുഗോട്ടൻ അവരെയൊക്കെ സംബന്ധിച്ച് കുറച്ചുകൂടെ ജൂനിയറാണ്. അവരുടെ വീട്ടുകാരിങ്ങനെ ആഘോഷിക്കുന്നതല്ലാതെ അതല്ല. ആ ഒരു സിസ്റ്റവും കൂടെ അമ്മയിൽ കൊണ്ടുവരണം. വലിയ കലാകാരന്മാരുടെ വേറെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഓർമ്മ ദിനം എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ അത് കണക്ട് ചെയ്തിട്ട് ഇവരുടെ പരിപാടികൾ വീട് കൊടുക്കുന്നതായാലും എന്തെങ്കിലും ചെയ്യുന്നതായാലും അന്യരെ സഹായിക്കുന്നതായാലും ചികിത്സാ സഹായമാണെങ്കിലും ഇപ്പോൾ തന്നെ ഇൻഷുറൻസ് പോളിസി, ആരോഗ്യ പരിരക്ഷ ഒക്കെ അമ്മ കൊടുക്കുന്നുണ്ട്. നല്ല കാര്യമല്ലേ അതൊക്കെ? അത് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ കുറേ കൂടെ ജനശ്രദ്ധ കിട്ടും. അയ്യോ ഇതിങ്ങനൊരു പരിപാടി ഞാൻ അതൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സംഘടനയിൽ, നിങ്ങളിതൊരു ഇവൻ്റായിട്ട് നടത്തണം. ഈ വേണ്ടാത്തതിനൊക്കെ വലിയ സംഭവങ്ങൾ വളച്ചു കൂട്ടി ഭയങ്കര ബഹളം വയ്ക്കാതെ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഒരു ചെറിയ ഇവൻ്റായിട്ട് എറണാകുളത്ത് വെച്ചിട്ട് ഇത് പ്രമാണിച്ച് ഇന്ന് അമ്മ ഇത്ര പേർക്ക് ഇത് കൊടുക്കുന്നു, അല്ലെ ഇന്നാർക്ക് വീട് കൊടുക്കുന്നു, ഇന്നാർക്ക് പഠിക്കാനുള്ള സഹായം കൊടുക്കും. ഇപ്പം മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ ഒക്കെ കാര്യം പറഞ്ഞാൽ ഒരുപാട് പേര് അതിനകത്ത് ഇപ്പം നിലവിലുള്ളവർ, ഇതിനു മുമ്പുള്ളവരും അതെ, സുരേഷ് ഗോപി അടക്കം ചെയ്യുന്ന സഹായങ്ങളെക്കുറിച്ച് ഞാൻ പറയാതെ നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പോൾ ഇതൊക്കെ അന്ന് ആദ്യം മുതലേ അങ്ങനൊരു സമ്പ്രദായം ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ അതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് രാഷ്ട്രീയ തടസ്സങ്ങളുണ്ടായിരുന്നിരിക്കാം. അത് ചെയ്താൽ അയാൾ ആ രാഷ്ട്രീയമാണ്, ഇങ്ങനെ ഇയാൾ ചെയ്താൽ ഇത് ഈ രാഷ്ട്രീയമാണ്. ഇത് എതിരെ അനാവശ്യ പ്രവണതയാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ പേരും പറഞ്ഞ് മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുക എന്ന് പറയുന്നത്. അത് ഒരു വിവരമില്ലാത്തവർ ചെയ്യുന്ന കാര്യമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. സത്യം പറയുക, എന്തിനാണ് അത്? ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊക്കെ രാഷ്ട്രീയമുണ്ട്, നമുക്ക് അത് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളുണ്ട്, വേദികളുണ്ട്. അവിടെ പോയിക്കോ പറഞ്ഞു. ഇപ്പോൾ എന്നെ എല്ലാ പാർട്ടിക്കാരും വിളിക്കും, ഞാൻ എല്ലാവരുടെ പാർട്ടിക്കും പോവും. കോൺഗ്രസ് വിളിച്ചാലും പോവും, കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ചാലും പോവും, BJPക്കാർ വിളിച്ചാലും തീർച്ചയായിട്ടും പോവും. യാതൊരു സംശയം വേണ്ട. കാരണം അതെന്താണെന്ന് വെച്ചാൽ അതെൻ്റെ സ്വാതന്ത്ര്യമാണ്. എനിക്കതിനകത്ത് ഏത് രാഷ്ട്രീയമുണ്ടെന്ന് നോക്കിയിട്ട് മാത്രമല്ല ഞാൻ പോകുന്നത്. എനിക്ക് എന്നെ വിളിച്ച വ്യക്തികളാരാണ്, അവരെന്താണ് എന്നോട് പറഞ്ഞത്, ഇത്ര കാര്യമായിട്ടാണ് അവർ പറഞ്ഞത്. വരാം സാർ, ഞാൻ വരാം. ചില അമ്പലങ്ങളിൽ വലിയ പരിപാടിയായിരിക്കും, അമ്പലങ്ങളിൽ പോയാലേ ഇപ്പോൾ ഇവിടെ നമ്മുടെ രാഷ്ട്രീയം വേറെയാണെന്ന് പറയുന്നൊരു നാടാണ്. ഞാൻ ജനിച്ച് ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ അമ്മയുടെ കൂടെ ഹരിപ്പാട് എല്ലാ അമ്പലങ്ങളിലും പോകുന്ന ഒരാളാണ്. മിക്കവാറും ഒന്നിടവിട്ട്. അന്നൊന്നും ഇതൊന്നും ഇല്ല. ഇങ്ങനത്തെ ഇന്ന പാർട്ടി പോയെന്നവർ മാത്രം, കോൺഗ്രസ് ഇന്നടത്ത് പോയാൽ കമ്മ്യൂണിസ്റ്റ്, ഇന്നത് ചെയ്താൽ BJP, ഇതൊന്നും അന്നില്ല. ഇപ്പം ഈ കാണുന്ന നേതാക്കന്മാരൊന്നും ജനിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഇപ്പം അങ്ങനെ ആയിപ്പോയി. അതൊരു പരിധിവരെ അവരെ വളർത്തിയതും രാഷ്ട്രീയം തന്നെയാണ്, ഇല്ലയെന്നൊന്നും ഞാൻ പറയില്ല. അതവിടെ നിൽക്കട്ടെ. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് ഈ രാഷ്ട്രീയ ചിന്തകൾക്കും രാഷ്ട്രീയ കടമ്പകൾക്കെല്ലാം അതീതമായിട്ട് നമ്മൾ നിന്നിട്ട് മൺമറഞ്ഞു പോയ കലാകാരന്മാരെ വല്ലപ്പോഴൊക്കെ ഒന്ന് ഓർക്കുക, അവരെ ഒന്ന് ആദരിക്കുക, അവർക്ക് വേണ്ടി 1 2 3 പേര് 2 വാക്ക് പറയുക, അന്നത്തെ ദിവസം 2 പേരെ സഹായിക്കുക. അതിന് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ സഹായങ്ങൾ അമ്മയുടെ കൊണ്ട് കൊടുത്താൽ പോരെ? ഞാൻ ഇന്നടത്തൊരു കുഞ്ഞിന് വീട് വയ്ക്കുകയാണ്, 16 വയസ്സേ ഉള്ളൂ, അത് കൊടുത്താട്ടെ സാർ എന്നെനിക്ക് ആരോട് വേണമെങ്കിലും വലിയ താരങ്ങളോട് പോയി പറയാം. പക്ഷെ അത് പറയുമ്പോൾ അതെന്താ അവർക്ക് മാത്രം അവിടെ ഒരു പരിപാടി എന്ന് തോന്നണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം 1000 കൊടുത്താലും 10000 കൊടുത്താലും 1 ലക്ഷം കൊടുത്താലും അത് കൊടുക്കുമ്പം അത് സംഘടനകളുടെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു നല്ല കാര്യം ചെയ്തു എന്ന് വരുമ്പം അത് നമുക്കും സന്തോഷം, അതിലേറെ സംഘടനയ്ക്ക് വേണ്ട. എന്തൊക്കെ പറഞ്ഞാൽ എന്താ, എന്തോരം പേർക്ക് അവർ അതിപ്പോൾ ഈ പെൻഷൻ എന്നൊക്കെ പറയുന്നത്, കൈനീട്ടം എന്നൊക്കെ പറഞ്ഞ് വരുന്നത് കൃത്യമായിട്ട് ഈ താരങ്ങൾക്കിടയിൽ എനിക്ക് കിട്ടണം എന്നുള്ള പറച്ചിലല്ലാതെ പുറത്തെ ജനത്തിന് അത് വലുതായിട്ട് അറിയില്ല. നിങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാവരും, പക്ഷേ അത് എനിക്ക് തോന്നുന്നില്ല. കാരണം പലർക്കും അത്ര വ്യക്തമായിട്ട് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നവർക്കും കുറച്ച് അവശരായി പോയവർക്കും സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുന്നവർക്കും എല്ലാം കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ അത്ര വിശദമായിട്ട് അറിയാം. അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു വിശദീകരിക്കാനൊരു സമയം കിട്ടിയാലും നമ്മൾ ഈ സംഘടനയ്ക്കകത്തെ പ്രശ്നങ്ങൾ, ഇന്നാർക്ക് കത്തയച്ചു, ഇന്നതുപോലെ പറഞ്ഞു, ഇതൊക്കെയാണ് വലിയ കാര്യങ്ങളായിട്ടൊക്കെ ആരും പറയാതെ
നല്ല കാര്യങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കുക, അതൊരു നല്ല കാര്യമാണ്. അങ്ങനെ ചെയ്തവരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കോട്ടയത്ത് ഒരു ലിസ സ്കൂൾ, USA ഒരു ലിസ സ്കൂൾ ഓഫ് ഓട്ടിസം, അതിനകത്ത് അതിൻ്റെ ഒരു ചെയർപേഴ്സണായിട്ട് വന്നു വെച്ചാൽ സത്യം പറയണമെങ്കിൽ ഞാനത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നി. 3 ഏക്കറോളം സ്ഥലമുണ്ട്. അതൊക്കെ ഇതിനു മുമ്പ് ഞാൻ ഇപ്പം ചിലതിന് മുമ്പേ അതുള്ളതാണ്. ഓൾറെഡി ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കുന്നു. പഠിച്ചവരിൽ 10-12 പേര് മിടുക്കരായിട്ട് പോകുന്നു. നല്ല ടീച്ചേഴ്സ്, എന്തൊരു ക്ഷമയാണ്. ഈ ഓട്ടിസമൊക്കെ വന്ന കുഞ്ഞുങ്ങളെ ഒരിടത്ത് ഇരുത്തി പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണത്. അപ്പോൾ അതിനൊരു ക്ഷമ വേണം. അത് ഈ അമ്മയിൽ നിൽക്കുന്ന ഭാരവാഹികൾക്ക്, ആണുങ്ങൾക്ക് ഇല്ലെങ്കിലും പെണ്ണുങ്ങൾക്കെങ്കിലും വേണം അല്ലേ. ഒരു പെണ്ണുങ്ങൾക്കൊരു ദുഃഖമുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകൾക്കൊരു വിഷമമുള്ളത്, ഇവരവിടെ പോകണം, പോയി കാണണം. അല്ലാതെ വല്ലപ്പോഴും അമ്മ ആഫീസിൽ പോയിരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കകത്ത് ഇരുന്നിട്ട് 2 കൈ തട്ടിപ്പോയത് മാത്രമല്ല നമ്മുടെ ജോലി. അവിടെ പോവുക, പോയി കണ്ട് നോക്കുക, എന്താണ് പ്രശ്നം എന്ന് നോക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞത് കലാകാരന്മാരുടെ കാര്യം, എന്താ ചേച്ചി സുഖമില്ലേ ആണോ അത്. അപ്പോൾ അവിടുത്തെ ഇൻഷുറൻസ് ഉണ്ടല്ലോ, ചിലപ്പോൾ ഇത് ഫോളോ അപ്പ് ചെയ്ത് ഈ തുക കൈപ്പറ്റാനായിട്ട് ഇവർക്ക് ഫോൺ വിളിക്കാൻ മാത്രം ആരെങ്കിലും കാണും. ഇതിൻ്റെ പുറകെ നടക്കാൻ ആരും എല്ലാവർക്കും എപ്പോഴും എല്ലാവരും കൂടെ വേണമെന്നില്ലല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു സജീവമായ, ഞാൻ പറഞ്ഞത് അതിപ്പോൾ ഈ കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് വേറെ ഒരു ചെറിയ കമ്മിറ്റി, പുതിയ പിള്ളേർ, കുറച്ചുകൂടെ സ്മാർട്ട് കൊച്ചു പിള്ളേർ, ചെറുപ്പക്കാരെ വെച്ചെടുത്തോട്ടെ. എന്നിട്ട് അവരോട് പറയാം, ഇന്ന തീരുമാനങ്ങൾ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്തിട്ടുണ്ട്, ഇത് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. പണ്ട് നമ്മുടെ എന്താ പറയുക, ജയലളിത ഭരിച്ചുകൊണ്ടിരുന്ന മദ്രാസിൽ ഒരു ഹൈ പവർ കമ്മിറ്റി ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മുടെ പഴയ പ്രസിഡൻറ്റ് വെങ്കിട്ടരാമൻ സാറ്, TN ശേഷൻ സാറ്, ഇങ്ങനെ ഒരു 5-6 പേര് ഒരു കാര്യം വരുമ്പോൾ അവരുടെ അഭിപ്രായം ചോദിക്കും. മാഡം ചോദിക്കുമ്പോൾ അവർ അത് ഡിസ്കസ് ചെയ്ത് ആലോചിച്ചിട്ടൊരു ഉത്തരം പറയും. ആ ഉത്തരത്തിന് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ മുമ്പിൽ വലിയ സ്ഥാനമായിരുന്നു. അതിൻ്റെ ഒരു മിനിയേച്ചർ, അതാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴും എല്ലാത്തിനും മോഹൻലാലിനെ എടുത്ത് വിളിക്കുന്ന കാര്യം നടക്കത്തില്ല. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ മൺമറഞ്ഞു പോയ കലാകാരന്മാരെ ഏതൊക്കെ തരത്തിൽ നമുക്ക് ഒരു കലാകാരന്മാരുടെ സംഘടനയ്ക്ക് അനുസ്മരിക്കാം, അല്ലെങ്കിൽ അവരെ വീണ്ടും ഓർക്കാം എന്നുള്ളത് ഇങ്ങനെ മനസ്സിൽ വന്നത് ഈ അടുത്ത കാലത്ത് നിങ്ങളെല്ലാവരും കണ്ടു കാണും. നമ്മുടെ കമലഹാസൻ സാറിൻ്റെ ഇന്ത്യൻ 2 അതിൻ്റെ ഒരു ടീസർ കണ്ടായിരുന്നോ? എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ബഹുമാനം തോന്നി കമൽ സാറിനോട്. ഞാൻ സത്യത്തിൽ കമൽ സാറെന്ന് പറയുന്നത് അങ്ങേ അറ്റത്തെ അദ്ദേഹത്തിലെ കലാകാരനെ ബഹുമാനിക്കുന്നുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചവരാണ്, ഏതാണ്ട് ഒരേ പ്രായമാണ്. ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് നേരത്തെ നെടുമുടി ചേട്ടൻ, പെട്ടെന്ന് ഞാനിങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ടെക്നോളജിയെക്കുറിച്ചൊക്കെ പിന്നീടാണ് ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കുന്നത്. നെടുമുടി ചേട്ടൻ ഇരിക്കുന്നു, തമിഴ്നാട്ടിലെ ഏറ്റവും സൂപ്പർ കൊമേഡിയനായ വിവേക്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, ഇതെങ്ങനെ ഇവരൊക്കെ ഇതിൽ വന്നത്? അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി ഉണ്ട്, AI ടെക്നോളജി, അത് ഇത് മറ്റേതൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ നമ്മളും പഠിക്കുന്നത് പലതും. അത് എന്തൊക്കെ പറഞ്ഞാലും അപ്പോൾ അതിൻ്റെ ചുരുക്കം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണമെങ്കിൽ സത്യൻ മാഷായാലും നസീർ സാറായാലും അങ്ങനെ മൺമറഞ്ഞു പോയ ഏത് കലാകാരനായാലും, ഒരു കൊട്ടാരക്കൃഷ്ണൻ നായർ സാർ, ഇവരൊക്കെ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങളുടെ ഒരു ഗാംഭീര്യവും ആഴവും ശക്തിയും ഇമ്പാക്റ്റും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് അതുപോലത്തെ കഥകളുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അപ്പോൾ വേണം ഇങ്ങനെയൊക്കെ ചെയ്യാം അല്ലേ. സത്യം എൻ്റെ മോനിവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ അവൻ വരുമ്പോൾ ചോദിക്കാതിരിക്കുക, മോനെ ഇതിങ്ങനെ പറ്റുമോ എന്നൊക്കെ അത് സത്യത്തിൽ ചോദിക്കാതിരിക്കുക. കാരണം പൃഥ്വി അതിനൊക്കെ സംശയങ്ങൾ മക്കൾ ഉണ്ടെങ്കിൽ അവർ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു തരും എനിക്ക്. ഏതായാലും അതൊരു കണ്ടപ്പോൾ ഒരു വലിയ സന്തോഷം തോന്നി. ഈശ്വര, നെടുമുടി ചേട്ടൻ സംസാരിക്കുന്നത്, ഇത് ആരെയാണോ പകരം വരുത്തിയത്, എങ്ങനെ ചെയ്തോ, എന്ത് ടെക്നോളജിയോ, ഈ സൗണ്ട്, ഇതെല്ലാം ഒരു ഭാഗത്ത് പഠിക്കാൻ കിടക്കുന്നു നമ്മൾ. പക്ഷേ എന്നാലും നമുക്കത് കാണുമ്പോൾ ഒരു ആനന്ദമാണ് മനസ്സിൽ. ചേട്ടൻ വന്നിരുന്ന് സംസാരിക്കുന്നു, വിവേക് അഭിനയിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു എന്തോ എനിക്കൊക്കെ ഇതൊന്ന് കാണണമായിരുന്നു. ഇതുപോലെ എത്ര പടത്തിൽ ചേട്ടനെ ഉൾപ്പെടുത്താൻ പറ്റും നെടുമുടി ചേട്ടനെ. അദ്ദേഹം ചെയ്യാത്ത കഥാപാത്രങ്ങളുണ്ടോ, കോമഡി ആയാലും സീരിയസ് ആയാലും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഒരുപാടുണ്ട് അങ്ങനെ ഉപയോഗിച്ച് നമുക്ക് അങ്ങനെയൊക്കെ കൊണ്ടുവരിക. ഇതൊക്കെ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറയുകയാണ് കേട്ടോ. ഇത് എന്തുമാത്രം മലയാളത്തിൽ ഫലവത്താകുമെന്നോ അല്ലെങ്കിൽ അത് ആരെങ്കിലും ഏതെങ്കിലും സംവിധായകൻ അത് കൊണ്ടുവരുമെന്നോ ഒന്നും നിർബന്ധിക്കാനോ അല്ലെങ്കിൽ അപേക്ഷിക്കുകയൊന്നും അല്ല. ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ പറയുന്നു എന്ന് മാത്രം. അത് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലോ മലയാളത്തിൽ. ഇപ്പോൾ സത്യൻ മാഷ് ചെയ്ത് ഒരുപാട് അവാർഡുകൾ വാങ്ങിച്ച പടങ്ങളുണ്ട്. ഇപ്പോൾ ചെമ്മീൻ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്. അടിമകൾ, ഞാൻ എപ്പോഴും പറയും സാറിൻ്റെ പാട്ട് സീരി സത്യൻ മാഷെ, താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി, ആ പാട്ടൊക്കെ പാടുമ്പോൾ എന്ത് നാച്ചുറലായിട്ടാണ് സത്യൻ മാഷ് ഒരു പാട്ട് പാടി അഭിനയിക്കുന്നത് നമുക്ക് തോന്നത്തില്ല.
അപ്പോൾ അതുകൊണ്ട് അതേപോലെ തന്നെ നസീർ സാർ ചെയ്തിരിക്കുന്നത് ഇരുട്ടിൻ്റെ ആത്മാവ് തൊട്ട് ഇങ്ങേരത്തെ നല്ല ഒന്നാം തരം പ്രേമ ഗായകനായിട്ട് വരെ സാധിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ. മുറപ്പെണ്ണ്, അതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കയറ്റാൻ പറ്റിയാൽ അങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ അവരുടെയൊക്കെ ഓർമ്മകളും വീണ്ടും ഈ വളർന്നു വരുന്ന തലമുറയിലേക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നില്ല ആർട്ടിസ്റ്റുകൾ, അവരെയൊക്കെ ഇപ്പോൾ അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിഗണിക്കണം, അപേക്ഷയാണ്, ആഗ്രഹമാണ്, അത്രയേ ഉള്ളൂ.